പെരുവനം തൊട്ടപ്പുറത്ത് റെഡിയാണ്. അവിടെ കണിമംഗലം ശാസ്താവ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള മേളം നടക്കുന്നു. മധുവേട്ടൻ ശ്രീധരനുണ്ട്. പെരുവനത്തിനും പൂരത്തിലും ഇങ്ങനെ ആരാധകരുള്ള ഒരു വലിയൊരു മേള പ്രമാണിയാണ്. അപ്പോൾ മധുവേട്ടൻ ശ്രീധരനും ഉണ്ട് അവിടെ. മധുവേട്ട ശ്രീധരേട്ട അല്ലേ, നമ്മൾ പെരുവനത്തെ കേൾക്കാൻ പോവാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? അക്ഷയ, തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ കഥയ്ക്ക് ഇത്ര നേരം പറഞ്ഞില്ലേ? ഇന്നലെ കുറെ പൂരസ്വാമികൾ തെച്ചിക്കോട്ടുകാവ് പോയി. കാരണം അവിടെ പെരുവനം കുട്ടേട്ടൻ ഉണ്ടെന്നായിരുന്നു അവർ വിചാരിച്ചത്. പക്ഷെ കുട്ടേട്ടൻ ഉണ്ടായിരുന്നത് നെറ്റിക്കാട്ടുകാവായിരുന്നു, എറണാകുളത്ത് അവിടെ ഭഗവതി ക്ഷേത്രം. അപ്പൊ ഇപ്പോഴത്തെ പൂരം എന്താ പതികാറ്റിൽ തുടങ്ങി കണിമംഗലം ശാസ്താവ് കയറി വരികയാണ്. കണിമംഗലം ശാസ്താവിന്റെ പാണ്ഡിമേളം മുറുകാണ്. ഇത് പാണ്ഡിമേളം തന്നെയാണ്. എലിഞ്ഞിത്തറയിലും പാണ്ഡിമേള കൊട്ടുന്നത്, കണിമംഗലം ശാസ്താവിനും കൊട്ടുന്നത് പാണ്ഡിമേളമാണ്. പാണ്ഡിമേളം ഇപ്പം അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ തുറന്നു പിടിച്ച കാലം. പാണ്ഡിമേളത്തിൻ്റെ വിളംബകാലം കഴിഞ്ഞ് ദ്രുതകാലത്തിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു. ഇനി പടിപടിയായി ഉയർന്ന പാണ്ഡിമേള അവസാനിക്കും. എലിഞ്ഞിത്തറയിലുള്ള സമയമില്ല എന്നേ ഉള്ളൂ. ആ ഘടകങ്ങളൊക്കെ കണിമംഗലം ശാസ്താവിൻ്റെ മേളത്തിനും ഉണ്ട്. അതാണ് പതിവിൽ കൂടുതൽ മേള കലാകാരന്മാരും സമയമെടുത്തിട്ടാണ് ഇപ്പൊ ഘടകപൂരങ്ങൾ നടക്കുന്നത്. കുട്ടിയുടെ പ്രാവശ്യം പ്രത്യേക 2 പെൺകുട്ടികളുണ്ട് ഇവിടെ. അത് സ്ത്രീ സാന്നിധ്യം കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട്. പ്രായോഗികമായിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളാണ് ഇതിന് അടിസ്ഥാനമായിട്ട് തടസ്സം വരുന്നത്. താളം എന്ന് പറയുന്നത് ആണിലും പെണ്ണിലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അതെ, ഏത് തൊഴിലും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ചിലത് അവർക്ക് പറ്റും, ചിലത് അവർക്ക് ബുദ്ധിമുട്ടാണ്. കുട്ടിയുടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുട്ടിയുടെ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ മേളത്തെ പറ്റി പറയുന്ന അധിക പ്രസംഗ ഈ ഇതിനെ പറ്റിയിട്ട് എലഞ്ഞിത്തറയുടെ സമഗ്രമായ എലഞ്ഞിത്തറയുടെ ചെറിയ രൂപമാണെന്ന് കുട്ടിയേട്ടൻ പറഞ്ഞു. ഇതിനെ പറ്റിയിട്ട് കുട്ടിയേട്ടൻ കുറച്ചും കൂടി പറയുന്ന കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അത് ഞാൻ മയച്ചു കുട്ടിയുടെ കയ്യിൽ തന്നു. കണിമംഗലം ശാസ്താവ് മണികണ്ഠനാലിൽ നിന്ന് ചെമ്പടമേളത്തോട് ആരംഭിച്ചു. ഞാൻ വരുമ്പോൾ ശാസ്താവ് ചെമ്പടമേളത്തോടെ തെക്കേ ഗോപുരം കയറി വരികയാണ്. അകത്ത് കിടന്ന് എലിഞ്ഞിത്തറയുടെ പരിസരത്ത് എത്തിക്കഴിഞ്ഞാൽ ചെമ്പടമേളം കലാശിച്ച് പാണ്ഡിമേളത്തിൻ്റെ ആരംഭഘട്ടം കുലമ്പൽ ആരംഭിച്ചു. കൂട്ടിപ്പെരിക്കലോടുകൂടി പാണ്ഡിമേളം മതുക്കകത്ത് എലിഞ്ഞിത്തറയുടെ പരിസരത്ത് കണിമംഗലം ശാസ്താവാണ് ആദ്യത്തെ മേളം ആരംഭിക്കുന്നത്. അതിനുശേഷം ഒരു കലാശത്തിന് ശേഷം കണിമംഗലം ശാസ്താവിൻ്റെ പൂരം 9 ആനയുമായിട്ട് ശാസ്താവ് അതിമനോഹരമായിട്ടാണ് എഴുന്നള്ളിയിരിക്കുന്നത്. നല്ല പ്രകൃതിയാണ്. അവിടെ നിരവധി കലാകാരന്മാർ അണിനിരന്നിട്ടുള്ള പാണ്ഡിമേളം, എരിഞ്ഞിത്തറ മേളത്തിൽ നടക്കുന്ന പാണ്ഡിമേളം തന്നെയാണ് കണിമംഗലം ശാസ്താവിൻ്റെ പാണ്ഡിമേളം. ആ പാണ്ഡിമേളത്തിൻ്റെ വിളംബകാലം കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടം തുറന്നു പിടിച്ച ഘട്ടം അതിൻ്റെ അവസാനത്തിലേക്ക് പോവാണ്. ഇനി തകർന്ന ഘട്ടത്തിലേക്കാണ് അടുത്ത പ്രയാണം. തകർന്ന കഴിഞ്ഞാൽ കുട്ടുമ്മ കയറ്റിയ കാലം, പുഴമറിഞ്ഞ കാലം, അതോടുകൂടി ഏകദേശം 8:30 പാണ്ഡിമേളം ഇത് അവസാനിക്കും. ഇതിനെപ്പറ്റി ഇതിനേക്കാൾ നന്നായിട്ട് ആര് പറഞ്ഞു തരാനാണ്? എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് എല്ലാ കാലങ്ങളെയും മാറ്റുന്ന കാലാധിവർത്തിയായ മേളത്തിന്റെ ആ മഹാസന്നിധിയിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. കുട്ടിയുടെ വളരെ സന്തോഷം കാര്യങ്ങൾ ഇത്ര ഗംഭീരമായി പറഞ്ഞത്. ഒരു ഗംഭീരമായിട്ട് പൂരമാണ് നമുക്ക് വേണ്ടത്. മേളവും ആനയും എഴുന്നള്ളിപ്പും വെടിക്കെട്ടും പഞ്ചവാക്യവും ആയാൽ ജനങ്ങൾ വന്നാലേ പൂരാവുള്ളൂ. ആ പൂരത്തിലേക്കാണ് ശ്രീധരം നമ്മളെല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്നത്. ആ പൂരം മാത്രമല്ല, ഇനി ഒരുപാട് പൂരം വരാണ്ട്. പൂരപ്രേമി ഇനി എന്താണ് ഇനി വരാനുള്ളത്? ലാലൂര് ആദ്യം അവിടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ആദ്യം ലാലൂരും ഈ കണിമംഗലത്തിൻ്റെ മേളം കഴിയുന്നതോടെ കാരമുക്ക് ഭഗവതി ചേന്നമംഗലം രഘുമാരാരുടെ പാണ്ഡിമേളത്തോടെ അവിടെ നിന്ന് വരുന്നു. ലാലൂരിന് ശേഷം ചൂരക്കോട്ടുകാവ് ഏറ്റവും വലിയ ഘടകപൂരം, 14 ആനകളുടെ അകമ്പടിയോടുകൂടിയുള്ള ഘടകപൂരം. അതാണ് ചൂരക്കോട്ടുകാവ് ഭഗവതിയുടെ. ചൂരൽക്കാടുകൾ നിറഞ്ഞ സ്ഥലത്തുണ്ടായ ഭഗവതിയാണ് ചൂരക്കോട്ടുകാവ് ഭഗവതി. അതിനുശേഷം അയ്യന്തോൾ ഭഗവതി, കംസനെ കൊല്ലാനായി കൃഷ്ണ സഹോദരിയായി പിറന്ന അയ്യൻ്റെ തോളിലേറി വന്ന അയ്യന്തോൾ ഭഗവതി. അയ്യന്തോൾ ഭഗവതിക്ക് ശേഷം നെയ്ത്താലത്തിലിരുന്ന നെയ്തലക്കാവ് ഭഗവതി എന്ന് തുടങ്ങി ഘടകപൂരമാണ്. അതോടുകൂടി ഇവിടെ ശ്രീധര ഞങ്ങൾ ഒന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്.